നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL MD ശശിധരൻ കർത്ത അടക്കമുള്ളവർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ തടയണമെന്ന ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. ECIR രജിസ്റ്റർ ചെയ്യാത്തത് അന്വേഷണത്തിന് തടസ്സമല്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കനത്ത മഴയിൽ SN പുരം പോഴങ്കാവിൽ റോഡരികിലെ മരം വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളാങ്കല്ലൂർ കാരുമാത്ര സ്വദേശി ബ്ലാഹയിൽ ഇല്ലം മണികണ്ഠനാണ് മരിച്ചത്. അതിരപ്പള്ളി സന്ദർശിച്ച് മടങ്ങിയ ദമ്പതികൾ സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞു. കണ്ണൂർ സ്വദേശികളായ ഷംനാസ്, നൈജ എന്നിവരെ നിസാര പരിക്കുകളോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പാവൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കവർച്ച. ബസ്സിൽ നിന്നിറങ്ങാനൊരുങ്ങിയ യുവതിയുടെ ബാഗിൽ നിന്ന് മറ്റൊരു സ്ത്രീ പേഴ്സ് കവർന്നു. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ SN പുരം പോഴങ്കാവിൽ റോഡരികിലെ മരം വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളാങ്കല്ലൂർ കാരുമാത്ര സ്വദേശി ബ്ലാഹയിൽ ഇല്ലം മണികണ്ഠനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:30 SN പുരം പടിഞ്ഞാറേ വെമ്പല്ലൂർ റോഡിൽ പോഴങ്കാവ് ഷാപ്പിനടുത്തായിരുന്നു അപകടം. ഇദ്ദേഹം സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കെ കനത്ത മഴയിൽ റോഡരികിലെ വാഗമരം കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. അതിരപ്പള്ളി സന്ദർശിച്ച് മടങ്ങിയ ദമ്പതികൾ സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞു. കാർ യാത്രികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കണ്ണൂർ സ്വദേശികളായ ഷംനാസ്, നൈജ എന്നിവരെ നിസ്സാര പരിക്കുകളോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ഏഴാറ്റുമുഖം പ്ലാന്റേഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. അതിരപ്പള്ളി സന്ദർശിച്ച് വെറ്റിലപ്പാറ പാലം വഴി തിരികെ പോകുന്ന വഴിയാണ് സംഭവം. 15 അടിയോളം താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത്. നാട്ടുകാരെത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൽ മോഷണം. ബാഗിൽ നിന്നും പേഴ്സ് കവർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടി ഇറങ്ങുന്നതിനിടെ ഡ്രൈവർക്ക് സമീപത്തിരുന്ന സ്ത്രീ ബാഗിൽ നിന്നും പേഴ്സ് കവരുകയായിരുന്നു. പണവും ATM കാർഡുകളും അടങ്ങിയ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് അസോസിയേഷനും ഇന്ത്യൻ ഗ്രാംബ്ലിംഗ് അസോസിയേഷനും സംയുക്തമായി ആസാമിലെ ഗുവാഹത്തി ബുഗേശ്വരി ബുക്നാരി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ 19ാമത് GFI നാഷണൽ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 19 40 കിലോഗ്രാം വിഭാഗത്തിൽ കൊടുങ്ങല്ലൂർ ചാപ്പാറ ഓറ AD5 ഗ്ലോബൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദിനി നോഗി വിഭാഗത്തിൽ സ്വർണ്ണ മെഡലും ഗീ വിഭാഗത്തിൽ വെങ്കലവും കരസ്ഥമാക്കി. പഠനത്തിലും മിടുക്കിയായ ദേവനന്ദിനി കാരുമാത്ര വിളമ്പത്ത് ഉണ്ണി G മേനോൻ പാലക്കാത്ത് ശാരിക ദമ്പതികളുടെ മകളാണ്. കഴിഞ്ഞ 1 വർഷമായി കോണത്തുകുന്ന് ജിപ്സി കോമ്പാക്ട് ക്ലബിലാണ് പരിശീലനം നേടിയിരുന്നത്. ഹെഡ് കോച്ച് അഷ്കർ ബഷീർ, കോച്ച് ഷമിലുദ്ദീൻ, അസിസ്റ്റന്റ് കോച്ച് മുഹമ്മദ് നിഹാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവനന്ദിനി പരിശീലനം നേടി തിളക്കമാർന്ന വിജയം നേടിയത്. വജ്ര റബ്ബർ പ്രൊഡക്ട്സ് കോണത്തുകുന്നാണ് കേരള ടീമിനെ സ്പോൺസർ ചെയ്തത്. Female minus 56 kg. Anshu, Haryana, red corner. Blue corner. കുഴൂർ KFRI സബ് സെന്ററിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം നടന്നു. ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
അശോകാരിഷ്ടം ഉണ്ടാക്കാനുള്ള അശോകമരത്തിൽ അതെ ഈ കഴിഞ്ഞ കാലങ്ങളോളം വെച്ചുകൂട്ടിയ വൃക്ഷത്തൈകളൊക്കെ പച്ചപിടിച്ചിരുന്നെങ്കിൽ ഇവിടെ കേരളം വലിയൊരു കാടായി മാറുന്ന രീതിയിലുള്ള വൃക്ഷത്തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ പലയിടത്തും വെച്ചു പോകുന്നല്ലാതെ പിന്നെ അതവിടെ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ വർഷവും ജൂൺ 5 ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കോളേജിലും അതിനുശേഷവുമൊക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഒന്ന് കിട്ടാവുന്നിടത്തോളം ചെടികളും കാര്യങ്ങളുമായി സ്കൂളുകളിലേക്കും കോളേജിലേക്കും പോവുക എന്നുള്ളത്. പിന്നീട് യുവജന സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെതായ സമയത്തും ജൂൺ 5 പ്രധാനപ്പെട്ട ഇവൻ്റായി നടത്തിയിരുന്ന ഒരു പരിപാടി കൂടിയാണ്. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്നും പലയിടങ്ങളിലും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്തുകൊണ്ടോ നമ്മളിങ്ങനെ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷതൈകളൊന്നും പിന്നെ അവിടെ നിലനിന്ന് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം കൂടി വന്നാൽ മാത്രമാണ് ഇതൊരു ചടങ്ങിനൊക്കെ പുറത്തേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു തൈ വയ്ക്കാം ഒരു തണലേകാം ഔദ്യോഗിക പരിസ്ഥിതി ദിന ഗാനപ്രകാശനവും ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ സൗജന്യ വിതരണവും മന്ത്രി നിർവഹിച്ചു. കുടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് വിശിഷ്ടാതിഥിയായിരുന്നു. പ്രിയ കാരണവർ രചിച്ച പരിസ്ഥിതി ഗാനത്തിന് സംഗീതവും ആലാപനവും നിർവഹിച്ചത് കേരള വന ഗവേഷണ സ്ഥാപന ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CF വാര്യരാണ്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ കുടിയൻ, വാർഡ് മെമ്പർ ഷിബു പാറേക്കാടൻ, KFRI രജിസ്ട്രാർ കേണൽ ജോൺസൺ തോമസ്, സയന്റിസ്റ്റ് ഇൻചാർജ് ഡോക്ടർ സുമ അരുൺദേവ്, മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ എന്നിവർ സംസാരിച്ചു. മാള ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. വാർഡ് മെമ്പർ അശ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളായ ലളിത നാരായണൻ, ലത ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന അധ്യാപിക വിൻസി PA, അധ്യാപിക ഷൈബി എന്നിവർ സംസാരിച്ചു. നിങ്ങൾ അവിടെ പോയി നോക്കാം. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. നാം ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ഈ ലോകനാടിനെ മൊത്തം അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. അതിനാൽ നാം ഓരോരുത്തരും ഈ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കണം. വൃക്ഷങ്ങളുടെ കൂടുതൽ മരങ്ങൾ പിടിപ്പിക്കും, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കും, വെള്ളം, വൈദ്യുതി എന്നിവയുടെ പാഴാക്കാതെ നമ്മുടെ നാടിനെ നമുക്ക് പരിരക്ഷിക്കണം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CN പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതിയും സംസ്കാരവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷാജി സെമിനാർ നയിച്ചു. ജോപി മങ്കിടിയാൻ, രഹന സഞ്ചൽ, PC ബാബു, CP ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കരിങ്ങാച്ചിറ സെന്റ് ജൂഡ് LP സ്കൂൾ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സിനി റഹീം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അനീസ PA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം PC ബാബു നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ BRC നീത VU പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അധ്യാപിക ഷറഫനിസ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രധാനാധ്യാപിക KP ബീന, സീനിയർ അസിസ്റ്റന്റ് വിനയ വർഗീസ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ SN പുരം പോഴങ്കാവിൽ റോഡരികിലെ മരം വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളാങ്കല്ലൂർ കാരുമാത്ര സ്വദേശി ബ്ലാഹയിൽ ഇല്ലം മണികണ്ഠനാണ് മരിച്ചത്. അതിരപ്പള്ളി സന്ദർശിച്ച് മടങ്ങിയ ദമ്പതികൾ സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞു. കണ്ണൂർ സ്വദേശികളായ ഷംനാസ്, നൈജ എന്നിവരെ നിസാര പരിക്കുകളോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പാവൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കവർച്ച. ബസ്സിൽ നിന്നിറങ്ങാനൊരുങ്ങിയ യുവതിയുടെ ബാഗിൽ നിന്ന് മറ്റൊരു സ്ത്രീ പേഴ്സ് കവർന്നു.
ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.